അസ്സലാമലൈക്കും. 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് അഖീദയിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. അവയിലെ ചോദ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ചോദ്യം 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ ബഹുദൈവ വിശ്വാസം, ഏകദൈവ വിശ്വാസം, വിശേഷണം, ആരാധന എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദൈവ വിശ്വാസം. 2. ഷിർക്ക്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം. 3. ഇബാദത്ത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന. 4. സിഫാത്ത്. സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം. 1. ഇന്ന ശിർക ലളുൽമുൻ ഡാഷ്. ഇന്ന ശിർക ലളുൽമുൻ അലീം. ഇനി 2. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ ഡാഷ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മോജിസത്ത്. 4. അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് അവൻ ശിക്ഷ നൽകും. 5. പ്രവാചകന്മാരുടെ മോജിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ്. ഔലിയാക്കളെ അവമതിക്കുന്ന വാക്കുകളോ പ്രവർത്തികളോ നമ്മിൽ നിന്ന് ഡാഷ്. നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിശദീകരിക്കാം. 1. മോജിസത്ത്. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. ഈ അംബിയ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഇബാദത്ത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അഥവാ ആരാധന. 3. ഷിർക്ക്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം. അംബിയ മുർസലുകൾ ആരാകുന്നു? ആരാണ് അംബിയ മുർസലുകൾ? അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. 2. തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയത് എന്തായിരുന്നു? തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്താണ് നൽകിയത്? ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയത്. ഇനി 3. മൂസ നബി അലൈഹിസ്സലാമയുടെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു. അത് താഴെ ഇട്ടാൽ എന്താകുമായിരുന്നു? മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു. അത് താഴെ ഇട്ടാൽ ഭീകരമായ ഒരു സർപ്പമായി മാറും. കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും. അടുത്ത ക്വസ്റ്റ്യൻ കറാമത്ത് എന്നാൽ എന്ത്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സാരം എഴുതാം. മൻ ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തത് ആശയം എഴുതാം. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. എന്താണ് അതിൻ്റെ ആശയം? അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. അടുത്തത് വകുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. യാസീൻ സൂറത്തിലെ 40ാമത്തെ ആയത്താണത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ യോജിച്ചവ ചേർത്ത് പൂരിപ്പിക്കാം. ബ്രാക്കറ്റിൽ സ്വഹാബികൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മാജിക് എന്നിങ്ങനെയുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശത്രുക്കൾ ഡാഷിനെ ജീവനോടെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. ഉത്തരം ശത്രുക്കൾ
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ജീവനോടെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. 2. ഡാഷ് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. മാജിക് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു. 4. ഡാഷ് ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അല്ലാഹു തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. 5. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി. ഡാഷ് വിനെ അവിടെ ഗവർണറാക്കി. ആരെയാണ് ഗവർണറാക്കിയത്? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഗവർണറാക്കി.